അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ വിളവെടുക്കുന്നുണ്ട്. വഴുതന, വെണ്ടയ്ക്ക, കോവല് ഇതൊക്കെ ഞാൻ വിളവെടുക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ 1 രൂപ പോലും ചിലവില്ലാതെ നല്ല രീതിയിലൊക്കെ വിളവ് കിട്ടുന്നതിനായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ജൈവവളമൊക്കെ തയ്യാറാക്കി ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം. വഴുതനയിലൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ എനിക്ക് വിളവുകളൊക്കെ കിട്ടും. അതുപോലെ തന്നെ പയർ ഞാൻ ഇതുപോലെ ഒരു വലയൊക്കെ കെട്ടി അതിലേക്കൊന്ന് പടർത്തി വിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പയർ കൃഷിയൊക്കെ ചെയ്ത് നന്നായിട്ട് വിളവുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഈ പയറുകളിലൊക്കെ ഇട്ട് കൊടുക്കുന്നതിനായി ഞാൻ നല്ല ജൈവവളം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും നമുക്ക് പൈസ കൊടുത്തൊക്കെ പുറത്തു നിന്ന് വളം വാങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ്ട് ഇപ്പോൾ കോവൽ, പീച്ചിൽ ഇതിലൊക്കെ നന്നായിട്ട് വിളവുകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പാവൽ നട്ടിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ നന്നായിട്ട് തന്നെ വിളവുകളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു മൂട് പടവലം ഉണ്ടായിരുന്നു. അതിലിപ്പോൾ പടവലക്കായൊക്കെ ഉണ്ടായി വരികയാണ്. കോവൽ ചെടിയിലൊക്കെ നന്നായിട്ട് കോവക്കായകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പീച്ചിൽ, പടവലം ഇതിൽ നിന്നൊക്കെ കായകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളവ പുറത്തു നിന്നൊന്നും പച്ചക്കറികൾ വാങ്ങാതെ ഇതുപോലെ എന്നും വിളവെടുക്കാനായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളവ ഇതുപോലെ വിഷമൊന്നുമില്ലാതെ ദിവസവും കുറേശ്ശെയായാലും കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ പാവക്കായകൾ ഇത്രയേ ആകെയുള്ളൂ. ഇത് ചെറിയ തരം പാവക്കയാണ്. അതിൻ്റെ വിത്തുകളാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വിത്തുകൾ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്തുകളുടെ കൂട്ടത്തിൽ കിട്ടിയ വിത്തുകളാണ്. എന്നാലും ഇതിൽ നിന്ന് കുറേ പാവക്കായകളൊക്കെ ഞാൻ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വെണ്ടയാണ്. കുറേ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വെണ്ടക്കായകളൊക്കെ നിൽക്കുന്നത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെടി കുറേയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ നശിച്ചു പോകാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ വിളവെടുക്കുന്നുണ്ട്. വഴുതന, വെണ്ടയ്ക്ക, കോവല് ഇതൊക്കെ ഞാൻ വിളവെടുക്കുകയാണ്. അതുപോലെ തന്നെ റെഡ് വെണ്ടയിൽ നിന്ന് ധാരാളം വിളവുകളൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ചെടിയൊക്കെ ഉണങ്ങി തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെറിയ രീതിയിലൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളവ പുറത്തു നിന്നൊന്നും വാങ്ങാതെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ദിവസവും വിളവെടുക്കാനായി കിട്ടും. ഞാൻ എൻ്റെ പച്ചക്കറികൾക്കായി തയ്യാറാക്കുന്ന ജൈവവളക്കൂട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണണം. ഈ ഒരു ചാക്കിലായി ഞാൻ കരിയിലയും പച്ചപ്പുല്ലും ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ കൃഷിസ്ഥലത്തെ ഗ്രോ ബാഗുകളിൽ നിന്ന് കിട്ടിയ പച്ചിലയാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ തൂത്തുവാരി എടുത്തിരിക്കുന്ന കരിയിലയാണ്. ചെടികളിൽ നിന്നൊക്കെ കൊഴിഞ്ഞു വീഴുന്ന ഉണക്ക കരിയിലയും പച്ചപ്പുല്ലും ഒക്കെ ഞാൻ ഇതുപോലെ ചാക്കുകളിലായി നിറച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായി മണ്ണിട്ടൊന്ന് വെച്ച് കൊടുക്കും. ഇതൊരു 1.5 മാസം ഇരുന്ന് കഴിയുമ്പോൾ നല്ല രീതിയിലൊരു വളമായി മാറിക്കിട്ടും. പുല്ലും കരിയിലയും ഒക്കെ ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചാരമോ അതല്ലെങ്കിൽ കുറച്ച് പച്ച ചാണകമോ ഒക്കെ കലക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ജൈവവളമായി കിട്ടും. ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്ന വളം നമ്മുടെ ചെടികളുടെ ചുവടുകളിലൊക്കെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിളവുകളൊക്കെ കിട്ടും. ഇത് നമ്മുടെ ഗ്രോ ബാഗുകളിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ ഒന്ന് നിറയ്ക്കുകയാണെങ്കിൽ പുതിയ തൈകളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല തഴപ്പോടു കൂടി തന്നെ വളർന്നു വന്നുകൊള്ളും. മറ്റേ യാതൊരു വളവും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഉള്ളിയുടെ തോല്, പഴത്തിൻ്റെ തോല്, ഫ്രൂട്ട്സിൻ്റെയൊക്കെ തോല്, പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റ് ഇതെല്ലാം ഇതുപോലെ ശേഖരിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതോടൊപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇതുപോലെ ചാക്കിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മണ്ണ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഞാനിവിടെ 2 ചാക്കുകൾ ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം ഈ ചാക്കൊന്ന് മടക്കി അതിന് മുകളിലായിട്ട് ഒരു കല്ലോ ഓടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ നേരത്തെ ഒരു ചാക്ക് വളം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല രീതിയിൽ വളമാക്കി മാറിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങി കിട്ടിയതിന് ശേഷം ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുവാനാണ്. ഇതിപ്പോൾ നിറയ്ക്കുന്നത് 2ാമത്തെ ചാക്കിലാണ്. ഇത് ഞാൻ ഇതുപോലെ വെയിറ്റൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ് നിറച്ചതിന് ശേഷം. ഇപ്പോൾ ആദ്യം തയ്യാറാക്കിയ ചാക്കിലെ വളമാണ് ഞാനിവിടെ ഇതുപോലെ കൊട്ടി കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ടുണ്ട്. നന്നായിട്ട് നല്ലൊരു കമ്പോസ്റ്റായി മാറിയിരിക്കുകയാണ്. ഞാനിവിടെ ഒഴിയാതെ തന്നെ എൻ്റെ ഓരോ ചാക്കുകളിലായിട്ട് ഇതുപോലെ ജൈവവളം ഉണ്ടാക്കി വെക്കാറുണ്ട്. ഞാൻ ഇതൊന്ന് വെയിൽ കൊള്ളിച്ചതിന് ശേഷമാണ് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് വെയിൽ കൊള്ളിച്ചതിന് ശേഷം നമ്മളൊന്ന് വാരി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 2ാമത്തെ ചാക്കുകളിലായി നിറച്ച് വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന വളമാണ്. അതിപ്പോൾ ഇതുപോലെയൊക്കെ കുറച്ച് വളമായി മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് ജൈവവളമായിട്ട് മാറിയിട്ടില്ല, കുറച്ചുകൂടിയൊക്കെ ഒന്ന് ആവാനുണ്ട്. ഈ ഒരു പാകത്തിനായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് നമ്മുടെ പച്ചക്കറി വേസ്റ്റും കരിയിലയും പച്ചിലയും ഒക്കെ ഉൾപ്പെടുത്തി ഇതുപോലെ നമ്മളൊന്ന് വളം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ വിളവുകളൊക്കെ എടുക്കാൻ കഴിയും. ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്ന വളം നമ്മൾ ഒരു ചാക്കിലോ ഒരു ബക്കറ്റിലോ ഒക്കെ ഒന്ന് കോരി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചെടികളുടെ ചുവടുകളിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ പീച്ചിൽ, പാവൽ, കോവൽ, മുളക് ഇതിനെല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുത്ത വളം ചേർത്ത് കൊടുത്തിരുന്നു. നന്നായിട്ട് തന്നെ എനിക്ക് വിളവുകളൊക്കെ കിട്ടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.